വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇനി ആ ടെസ്റ്റ് റിസൾട്ടിൽ എന്താണ് എഴുതാൻ പോകുന്നതെന്ന്. അന്നേരം ഭക്ഷണത്തിൽ വിഷം കലർന്നു എന്നാണ് എഴുതുന്നത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നീട് തീരുമാനിക്കാം. എനിക്കൊരു വേറൊരു കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ ഒന്ന് നിന്നേ എന്ന് പറയുകയാണ്. എനിക്കൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, എന്നാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം, പറഞ്ഞോളൂ എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ഡോക്ടർ അത് റിസൾട്ടിൽ എഴുതി ചേർക്കേണ്ടത് ഫുഡ് പോയ്സൺ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ആർക്കും മേനക്കേട് ഉണ്ടാകുന്ന രീതിയിൽ കേസ് നമുക്കങ്ങ് ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാനതങ്ങ് ക്ലിയർ ചെയ്തോളാം, വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ സമർത്ഥമായിട്ട് ചന്ദ്രബോസ് പറയുമ്പോൾ അത് ഡോക്ടർ വിശ്വസിക്കുകയും ഡോക്ടർ അങ്ങനെ എഴുതാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. അവിടെ ഭീഷണിയുടെ സ്വരമൊന്നുമില്ല, രണ്ടുപേരും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ അതങ്ങ് പറയുകയാണ്. തുടർന്ന് ഇങ്ങനെ കൈ കൊടുക്കുന്നുണ്ട് ചന്ദ്രബോസ്. അന്നേരം ഡോക്ടറും ചിരിച്ച് സന്തോഷിച്ച് കൈ കൊടുത്തിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരം അവിടെ ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ ഫുഡ് പോയ്സൺ എന്ന് മാത്രമായിരിക്കും വരാൻ പോകുന്നത്. വിഷം കലർന്നു എന്നുള്ളത് ഡോക്ടർ അവിടെ എഴുതത്തുമില്ല. ചന്ദ്രബോസ് ഡോക്ടറെ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ ഉമ്മറത്ത് എല്ലാവരും ഇരിക്കുകയാണ്. രാഘവൻ നായരുണ്ട്, പപ്പിയുണ്ട്, ശ്യാമയും പൊന്നിയും പിള്ളയും ഒക്കെയുണ്ട്. അന്നേരം ഈ പപ്പിയാണെങ്കിൽ ആകെ എങ്ങും പരാതിയും പരിഭവവും ഒക്കെയാണ് രാഘവൻ നായരോട്. വിഷ്ണുവച്ചനെ പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ടാവുമല്ലേ, ഇനി എന്നാ വിഷ്ണുവച്ചൻ ഇങ്ങോട്ടത്തേക്ക് വരുന്നത്, നമുക്ക് പോയി കാണാം എന്നൊക്കെ പറയുമ്പോൾ മോളുടെ അച്ഛനും ഭാമയും ഒക്കെ പോയിരിക്കുകയല്ലേ, അവർ തിരിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് പോയി കാണാമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവച്ചൻ എന്നാ ഇനി ഈ വീട്ടിലേക്ക് വരിക, എനിക്ക് കാണാൻ കൊതിയായി എന്നൊക്കെ ഈ കുഞ്ഞ് പറയുമ്പോൾ രമണൻ പിള്ളയെന്ന് പറയുന്നുണ്ട്, അതിപ്പോൾ വിഷ്ണുവച്ചൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ എന്നും ഇവിടെ ഉണ്ടല്ലോ, കാണാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം കുട്ടികൾ ചോദിക്കുകയാണ്, അപ്പോൾ പോലീസുകാർ കൊണ്ടുപോവില്ലേ, എല്ലാ പ്രശ്നങ്ങളും തീർന്നോ, പറഞ്ഞു തീർത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അതെ എല്ലാം നമ്മൾ പറഞ്ഞു തീർത്തു, ഇനിയൊരു പ്രശ്നവുമില്ല, നമുക്ക് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം, എന്നും മോളുടെ വിഷ്ണുവച്ച ഇവിടെ തന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. രമണൻപിള്ള ആ കള്ളം അങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരൊക്കെ അത് സമ്മതിക്കുകയാണ് കുട്ടിയുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അന്നേരം ശ്യാമയും പൊന്നിയൊക്കെ ഇത് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ഇങ്ങോട്ടത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ ഈ പപ്പിമോൾക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, കൃഷ്ണഭഗവാനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാലയൊക്കെ കെട്ടിയിടാറുണ്ട്, അതുകൊണ്ടാണ് വിഷ്ണുവച്ച ഇങ്ങോട്ടത്തേക്ക് വരുന്നതെന്നും പറഞ്ഞ് ഈ കുട്ടി ആകെ സന്തോഷത്തിലാണ്. എൻ്റെ പൊന്നച്ഛനാണെന്നും പറഞ്ഞ് രാഘവൻ നായർ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. രാഘവൻ നായരും തിരിച്ചു കൊടുക്കുകയാണ്. അന്നേരം മനസ്സിൽ കരുതുകയാണ്, എൻ്റെ കൃഷ്ണ ഈ കുഞ്ഞിൻ്റെ സങ്കടം ഭഗവാൻ കാണുന്നില്ലേ, എൻ്റെ കുഞ്ഞു കൂടി ഈ ലോകത്ത് അങ്ങോട്ട് ജീവിച്ചു പൊയ്ക്കോട്ടെ, അവനെ എന്തിനാ എത്ര സങ്കടപ്പെടുത്തുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം എന്താ ആലോചിക്കുന്നത് എന്നിങ്ങനെ കുട്ടി ചോദിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് പിന്നെ സത്യഭാമയും രോഹിത്തും ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. രോഹിത്തിനെ കാണിക്കുന്നില്ല. അന്നേരം മകൻ്റെ വിശേഷം അറിയാനായിട്ട് കാത്തിരിക്കുകയാണല്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ് ഭാമ എന്താണ് പറയുന്നതെന്ന്. അന്നേരം നാരിഴയ്ക്ക് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ കൂട്ടുനിന്നത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അങ്ങ് ആശ്വാസത്തോടെ അങ്ങ് ശ്വാസം വിടുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കൊക്കെ അങ്ങ് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് അവനിപ്പോൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ വേദന കൊണ്ട് അങ്ങോട്ട് പുളയുകയാണ്. ഡോക്ടർമാർ അവൻ്റെ വയറ് കഴുകുകയോ ഉണക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവൻ്റെ വയറ്റിൽ നിന്നും വിഷാംശം മാറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം സഹിക്കാനായിട്ട് നീ കഴിയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടോ അവനെയും ചോദിക്കുകയാണ്. പിന്നെ കാണാതെ പിന്നെ ഞാൻ കാണുക തന്നെ ചെയ്തു, പക്ഷേ അവൻ സഹിക്കുന്ന വേദന മുഴുവൻ ഞാൻ കൺകുളിർക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് പിന്നെ ആ ഒരു വിഷമം കൊണ്ടല്ല ഞാൻ നോക്കി നിന്നത്, അവനെ ഇങ്ങനെ ആക്കിയ ആളുകളോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പകയും വിദ്വേഷവും കൊണ്ടാണ് ഞാനത് നോക്കി നിന്നത്. ആ കാഴ്ച എൻ്റെ കൺമുന്നിൽ നിന്ന് മറയാതിരിക്കാൻ വേണ്ടി അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയവരോട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്യാമയെ ഇങ്ങനെ നോക്കിയാണ്. അന്നേരം നിൻ്റെ മനസ്സ് ഇത്രയ്ക്ക് കട്ടിയായോ ഭാമയെ, മകൻ്റെ വിഷമാവസ്ഥ കണ്ട് നീ ഇങ്ങനെ ആസ്വദിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിങ്ങനെ ആക്കിയത് തന്നെയാണ്. ആരാണെന്നറിയാമോ, ദേ ഇവളുടെ കുഞ്ഞേച്ചി കളക്ടർ ശാലിനി, നിങ്ങൾ തലയിൽ കയറ്റി വയ്ക്കുന്ന കളക്ടർ ഉണ്ടല്ലോ, അവളാണ്. അവളും അവളുടെ വീട്ടുകാരും എല്ലാവരും കൂടിയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എൻ്റെ മകൻ്റെ അവസ്ഥ ഞാൻ നോക്കി നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് കത്തി കയറി ഇങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ട് ചോപ്പിച്ച് ആകെ രോഷം കൊണ്ടങ്ങോട്ട് ജ്വലിക്കുകയാണ്. അന്നേരം എന്തോ ഭാമ ഇത് കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയെ അങ്ങോട്ട് ചെന്ന് പിടിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കുടുംബക്കാരെല്ലാം വിഷം കൊടുക്കുന്ന പാരമ്പര്യമല്ലേ, ഇനിയിപ്പോൾ പോലീസ് ശാരദാമ്മയെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞേച്ചിക്കെതിരെ പോലീസുകാർ വരില്ലല്ലോ, അതിപ്പോൾ ഭക്ഷണത്തിൽ കലർത്തി അങ്ങോട്ട് കിട്ടില്ല, എൻ്റെ മകനെ കിട്ടില്ല എന്നായപ്പോൾ അവനെ അങ്ങ് കൊന്നു കളയാമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ചിലപ്പോൾ കാക്കിക്കുള്ളിലെ പോലീസുകാരെ കൊണ്ട് ചിലപ്പോൾ നിൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ളതായി
ചെയ്തതായിരിക്കാം അത്, ചെയ്യിച്ചതായിരിക്കാം അത്, കുടുംബത്തിലുള്ളവരെല്ലാവരും കൊലയാളികളാകുമ്പോൾ സൂക്ഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ എങ്ങനെ പിടിച്ചു കുലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലേ സത്യാമ്മ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിൻ്റെ അമ്മയും കുടുംബക്കാരും എല്ലാവരും കൂടി ഇത്രയും നാളും ഭക്ഷണം കൊടുത്ത് എത്ര പേരെ കാലപുരിക്ക് അയച്ചിട്ടുണ്ട് എന്നതിന് കണക്ക് വല്ലതുമുണ്ടോ? കുടുംബശ്രീയിലെ മേശവിരിപ്പിനടിയിൽ അതിൻ്റെ ടോക്കൺ നമ്പർ ബുക്കിൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെയും എൻ്റെ മകൻ്റെയും ഒക്കെ നമ്പർ എത്രയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ സമാധാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാമയാണെങ്കിൽ ഇങ്ങനെ ശ്യാമയെ പിടിച്ചു കുലുക്കിയെന്ന് സംസാരിക്കുമ്പോൾ ശ്യാമയങ്ങ് കരയുകയാണ്. ഈ കുഞ്ഞിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പൊന്നി വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശിവ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നിങ്ങനെ പിള്ള പറയുന്നുണ്ട്. ഭാമയ്ക്കാണെങ്കിൽ രാഘവൻ നായർക്കാണെങ്കിൽ ഒന്നും പറയാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭാമയുടെ ആ ദേഷ്യം അങ്ങോട്ട് കത്തി കയറുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ സത്യാമ്മയെന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് പിടിക്കുകയാണ്. അന്നം കൊടുത്ത് ഒരുപാട് പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തുള്ള പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അമ്മയെപ്പോലെ തന്നെയാണ് ഞങ്ങൾ മക്കളും. അന്നം കൊടുത്ത് അന്നം വാങ്ങുന്ന അതേ രീതി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളെയും കൊല്ലാനോ പിന്നെ അങ്ങനെ ശിക്ഷിക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഒന്ന് വിശ്വസിക്ക് സത്യാമ്മയെന്ന് പറഞ്ഞിങ്ങനെ കൈ പിടിച്ചാണ് പറയുന്നത്. അന്നേരം അങ്ങോട്ട് വിടടിയെന്നും പറഞ്ഞിട്ട് സത്യഭാമ ശ്യാമയുടെ കൈ അങ്ങോട്ട് പിടിച്ച് കുലുക്കി കളയുകയാണ്. എന്നിട്ട് നിങ്ങളുടെയൊക്കെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കെട്ടും പാണ്ഡവും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളണം. വല്ല ഹോട്ടലിലോ വീടുകളിലോ പോയി എച്ചിൽ പാത്രം കഴുകി ജീവിച്ചോളണം. എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് കേട്ടോടി എന്നിങ്ങനെ പറയുകയാണ്. ഇനി പിന്നെ ശാലിനിയോടും നിൻ്റെ ശാരദാമ്മയോടും ഒക്കെ എനിക്ക് ദേഷ്യവും പകയും മാത്രമാണുള്ളത്. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയുള്ള ഒരു പകയും പ്രതികാരവും മാത്രം. ശാരദാമ്മയും മക്കളും ആ കുടുംബം മുഴുവൻ ചത്ത് വെണ്ണീറായാലും എൻ്റെ പകയും പ്രതികാരവും അങ്ങോട്ട് മാറില്ല എന്നിങ്ങനെയല്ല അങ്ങ് രോഷാകുലയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നങ്ങ് തുള്ളിക്കൊണ്ട് സത്യഭാമ പറയുകയാണ്. തുടർന്ന് എൻ്റെ മുമ്പിൽ ഇനി നിന്നെ കണ്ടുപോകരുത്, അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് ശ്യാമയോട് പറയുകയാണ്. എന്നിട്ട് ശ്യാമയെ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് ആ ഉമ്മറത്തേക്ക് തന്നെ. ശ്യാമ അങ്ങ് തറയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പൊന്നി പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് സത്യഭാമയാണെങ്കിൽ ആരെയും വകവയ്ക്കാതെ അങ്ങ് പോവുകയാണ്. തുടർന്ന് ഈ പപ്പിയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെ കരയല്ലേ അമ്മേ, പപ്പി മോൾക്ക് സങ്കടമാവും എന്ന് പറയുമ്പോൾ സങ്കടപ്പെടണം മോളെ, ആരുമില്ലാത്തവർക്ക് കണ്ണീര് മാത്രമേ ഉള്ളൂ. ഒന്ന് ആശ്വസിപ്പിക്കാൻ മനസ്സറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ശ്യാമയങ്ങ് അവിടെ തറയിൽ വീണ ശ്യാമയാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് പൊന്നു പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇരുന്നു തന്നെ ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ശ്യാമ അങ്ങോട്ട് കരയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ പറഞ്ഞിട്ടും കാര്യമില്ല, കലികാലം, അല്ലാതെ എന്ത് ചെയ്യുക, സഹിക്കുക, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കാർത്തികയും മധുശ്രീയും ഒക്കെയാണ്. മധുശ്രീയെ ഒളിച്ച് താമസിപ്പിക്കുന്ന ആ കെട്ടിടമാണ് കാണിക്കുന്നത്. ഒരു കസേരയിൽ ഇങ്ങനെ മധുശ്രീയെ കെട്ടിയിട്ടിരിക്കുകയാണ്. രണ്ട് കൈയും കസേരയിൽ കെട്ടി വെച്ചിട്ട് വായിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. തുടർന്ന് മധുശ്രീ ഇങ്ങനെ കസേരയുടെ രണ്ട് കൈയിലേക്ക് ഇങ്ങനെ കൈകുത്തി നിന്നിട്ട് പിന്നെ മധുശ്രീയോട് കാർത്തികയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിൻ്റെ ഇവിടുത്തെ സുഖവാസ കേന്ദ്രം? പിന്നെ നിൻ്റെ വായിൽ അങ്ങോട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണല്ലേ, അതുകൊണ്ട് നിനക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലേ, നീ കിടന്ന് ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഈ കെട്ടിടത്തിനകത്ത് നിന്നും പുറത്തേക്ക് ശബ്ദമൊന്നും പോകില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം മധുശ്രീ ആണെങ്കിൽ ഈ കാർത്തികയുടെ വായിലെ ആ പ്ലാസ്റ്റർ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ചുറ്റും കുറേ കൊണ്ടകളൊക്കെ നിൽപ്പുണ്ട്. അന്നേരം എന്നെ എങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത് എന്നിങ്ങനെ കാർത്തിക ചോദിക്കുമ്പോൾ ഈ ചോദ്യം നിന്നോടല്ലേ ഇത്രയും നാൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്, കാലചക്രം ഒന്ന് തിരിഞ്ഞപ്പോഴും ആദ്യ പ്രതിയായി എന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് കാർത്തിക പറയുന്നുണ്ട്, എന്നെ എവിടെ ഇട്ടേക്ക്, എന്നെ പോകാൻ അനുവദിക്കണം, ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ വരാതെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ മധുശ്രീ ആണെങ്കിൽ കാർത്തികയ്ക്ക് ചുറ്റി കസേരയ്ക്ക് ചുറ്റി ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ലല്ലോ, അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും നീ ചെയ്തിട്ടില്ല. പിന്നെ നിൻ്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് സത്യഭാമയുടെ മരുമകളാവാൻ വേണ്ടി നീ അവരുടെ കൂടെ നിന്നില്ലേ, അതൊക്കെയാണ്. പക്ഷേ ഇനി നിനക്ക് കഷ്ടകാലമാണ് വരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് ഒരു സന്തോഷ വർത്തമാനം പറയാനാണ്. നിൻ്റെ വിഷ്ണുവേട്ടനില്ലേ എന്ന് പറയുകയാണ്. നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച എന്നിട്ട് പറയണോ, നിൻ്റെ അല്ലല്ലോ ശാലിനിയുടെ വിഷ്ണുവേട്ടൻ, അവനെ അങ്ങോട്ട് കാലപുരിക്ക് അയക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്ന് പറയുകയാണ്. അന്നേരം ഈശ്വര വിഷ്ണുവേട്ടനൊന്നും വരുത്തല്ലേ എന്നിങ്ങനെ കാർത്തിക പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം ആ പ്രാർത്ഥന കൊണ്ടൊന്നും ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരം അറിഞ്ഞത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാനാണ്. ഏകദേശം തീരാറായി. അത്രയ്ക്ക് കൊടിയ വിഷമല്ലേ അങ്ങോട്ട് ചോറിൽ കലർത്തി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മധുശ്രീ പോയി മദ്യം ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് കാർത്തിക
കാർത്തിക അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിൽ കുറച്ച് ബാക്കിയുണ്ട്, നിനക്കങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അത് കുടിച്ചിട്ട് ഗ്ലാസ് ഗുണ്ടകളിൽ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം മധുശ്രീക്ക് കസേര കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കസേരയിലേക്ക് ഇരുന്നാണ് മുഖാമുഖം കാർത്തികയും മധുശ്രീയും തമ്മിൽ ഇങ്ങനെ കസേരയിലിരുന്ന് സംസാരിക്കുകയാണ്. അന്നേരം കാർത്തിക വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, നിങ്ങളുടെ കൺമുന്നിൽ വരില്ല എന്നൊക്കെ. അന്നേരം അതിന് കുറച്ചുകൂടി സമയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും മധുശ്രീ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ, അതിനുള്ള ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സമാധാനിച്ചോളാം. പക്ഷേ അതിനെല്ലാം എന്നെ പ്രേരിപ്പിച്ചത് നീയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ശിക്ഷ കിട്ടുമ്പോൾ നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് നിനക്ക് ഊഹിക്കാമോ? വെള്ളം ഇറങ്ങാതെ നീ ചാവില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ശാപവാക്ക് പോലെ കാർത്തിക പറയുമ്പോൾ, ഇനി നിൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം വീണ് കഴിഞ്ഞാൽ എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിൻ്റെ അന്ത്യം. ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ വിവരം ഒന്ന് അറിഞ്ഞോട്ടെ, ഒരു മരണമണി കൂടി അടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ എല്ലാം എൻ്റെ കൈകൊണ്ട് വേണം എന്നല്ലേ നീ അങ്ങോട്ട് തീരുമാനിക്കുന്നത്? നിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. പിന്നെ ഇനി വേണമെങ്കിൽ ആ വിഷം കുറച്ച് നിനക്കൂടെ കലക്കിത്തരാം. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പട്ടടയിൽ രണ്ടിനെയും അങ്ങ് എടുക്കാം, അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ മധുശ്രീ ഇങ്ങനെ വാദോരാതെ കാർത്തികയോട് പറയുന്നുണ്ട്. പക്ഷേ കാർത്തിക പിന്നെയും മധുശ്രീയോട് പറയുന്നുണ്ട്, എന്നെ പറഞ്ഞ് കെട്ടഴിച്ച് വിട്, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കാളോ എന്നൊക്കെ. പക്ഷേ വിഷ്ണുവിൻ്റെ വിവരം ഒന്ന് അറിഞ്ഞോട്ടെ, അതിനുശേഷം നിൻ്റെ ടോക്കണും ഞാൻ തരുന്നുണ്ട്, നിൻ്റെ ജീവിതവും എൻ്റെ കൈകൊണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കാർത്തികയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് വിഷ്ണുവിനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സെല്ലിനകത്തേക്ക് കോൺസ്റ്റബിൾ ആണെങ്കിൽ വിഷ്ണുവിനെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് സെല്ല് പൂട്ടുന്നുണ്ട്. ചന്ദ്രബോസും ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ട്. വിഷ്ണു ആണെങ്കിൽ സെല്ലിനകത്ത് കയറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കൈയും കെട്ടി നിൽക്കുകയാണ്. അന്നേരം വെറുതെ കുറേ സമയം മെനക്കെടുത്ത്, കാലിന് പോലും നിന്നെ വേണ്ടല്ലോടാ, എന്തൊക്കെ അഭിനയമായിരുന്നു നിൻ്റെ, ഇപ്പം ചാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വരെ കുറേ പ്രതീക്ഷ നൽകി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങോട്ട് കളിയാക്കുകയാണ്. അന്നേരം വിഷ്ണു ആ കൈ അങ്ങോട്ട് ചുരുട്ടി പിടിക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകെ ദേഷ്യം കൊണ്ട് തിരിഞ്ഞാണ് വിഷ്ണു നിൽക്കുന്നത്, സെല്ലിനകത്തേക്ക് നോക്കിയിട്ട്. തുടർന്ന് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അഭിനയം അങ്ങോട്ട് സമ്മതിക്കണം കേട്ടോ, എന്തൊക്കെയാണ് ഛർദിൽ ഇവിടെ കാണിച്ചത്, ഛർദിച്ച് ഇത്രയും ഛർദിക്കാനായിട്ട് നീ എന്താണ് ചെയ്തത്? യാക്ക് കൊടുക്കുന്ന ഗർഭിണികൾ പോലും ഇങ്ങനെ ഛർദിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, ഞാൻ നിൻ്റെ കൂടെ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് കളിയാക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ചന്ദ്രബോസിനെ നേരെ നോക്കിയിട്ട്. അന്നേരം എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ തലനാരിലേക്ക് നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി, ഇനിയും സമയമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. അല്ല, നിൻ്റെ ശാരദാമ്മയ്ക്ക്, കളക്ടർ മാഡത്തിൻ്റെ അമ്മയ്ക്ക് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ? അല്ല, ഈ ചോറിലൊക്കെ കൊണ്ടുവന്ന് വിഷം കലക്കി തരാനായിട്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ചിരിച്ച് കളിയാക്കിയാണ് പറയുന്നത്. അന്നേരം ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെ സെല്ലിൽ ഇങ്ങനെ അങ്ങ് അടിക്കുകയാണ്. ചന്ദ്രബോസെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ 2-3 അടി വീണ്ടും ഇങ്ങനെ ചേർത്ത് അടിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വിഷ്ണു കൈ ചൂണ്ടി പറയുന്നുണ്ട്, ചന്ദ്രബോസെ ഞാൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്, എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ പറഞ്ഞ് നിർത്തുമ്പോൾ, നീ കിടന്ന് പിടയ്ക്കാതെടാ, നിന്നെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നിരിക്കുകയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾമാരോട് പറയുകയാണ്, ഇവനെ കുറച്ച് ദിവസത്തേക്ക് എണ്ണത്തോണിയിലൊന്ന് കിടത്തുന്നത് നല്ലതാണ്, തോണി റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ് കോൺസ്റ്റബിൾമാരോട്. അപ്പം സാറേ തോണിയൊക്കെ ഉണ്ട്, പക്ഷേ എണ്ണ ഇല്ല എന്ന് പറയുകയാണ്. ഇവന് എണ്ണയൊന്നും വേണ്ട, പിന്നെ കൂടെ കളക്ടർ മാഡത്തിനെ കൂടെ അങ്ങോട്ട് വിളിക്കാം, വേണമെങ്കിൽ ഒരു ഡേറ്റും കൂടി ആയിക്കോട്ടെ, റെക്കോർഡുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കളിയൊക്കെയാണ് ഇതെല്ലാം ചോദിക്കുന്നത്. അന്നേരം ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പാട്ട് വേണമെങ്കിൽ ഇവർ തന്നെ അങ്ങോട്ട് പാടിക്കോളും. എന്നിട്ട് ആ എണ്ണത്തോണിയിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് 2 കൈ കൊണ്ട് ഇങ്ങനെ ചേഷ്ടികളൊക്കെ ചന്ദ്രബോസ് കാണിക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ അങ്ങ് ദേഷ്യവും ആ കലിയുമൊക്കെ കടിച്ചു പിടിച്ച് വിഷ്ണു സെല്ലിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് അങ്ങനെ വിഷ്ണുവിനെയൊക്കെ കളിയാക്കി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രബോസ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശാലിനി അകത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുന്നത്. അന്നേരം ചന്ദ്രബോസ് ആകെ ഇങ്ങനെ ചമ്മി പോവുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രബോസും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം മാഡം എന്ന് പറഞ്ഞിട്ട് ഇവനെ വെറുതെ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി എന്നിങ്ങനെ ചന്ദ്രബോസ് അങ്ങോട്ട് പറഞ്ഞൊപ്പിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റിയ പ്രായം എന്നിങ്ങനെ ചന്ദ്രബോസിനെ അടിമുടി നോക്കിയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പോലീസ് ഫോഴ്സിനെ മുഴുവൻ അപമാനിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ, ആ തൊപ്പിയിലിരിക്കുന്ന മുദ്രയുടെ പദവിയെങ്കിലും വല്ലപ്പോഴും ഒന്ന് നോക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ജന്മം പാഴായി പോയി എന്ന് തനിക്ക് തന്നെ തോന്നും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം കളക്ട്രേറ്റിന് ഇങ്ങോട്ടത്തേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പതിയെ ശബ്ദത്തിൽ പറയുമ്പോൾ, അല്ല മിസ്റ്റർ ACP
പി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഡം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ, അല്ല ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഒരു കളക്ടർ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ അല്ല. പക്ഷേ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് കളക്ടർക്ക് കഴിയും. കളക്ടർക്ക് മാത്രമേ അത് കഴിയൂ. അത് ഓർത്താൽ, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്താൽ നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൂടിയിരിക്കുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ ചന്ദ്രബോസിനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ശാലിനിയുടെ ആ പവറിന് മുന്നിൽ സല്യൂട്ട് അടിച്ച് നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയുന്നുമില്ല. തുടർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഒന്നും പറയാനാകാതെ ഒന്നുകൂടി ശാലിനി ഒന്ന് നോക്കി സല്യൂട്ട് എന്ന പോലെ നിന്നിട്ട് ചന്ദ്രബോസ് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. ബാക്കിയുള്ള കോൺസ്റ്റബിൾമാരും ISIയും ഒക്കെ ശാലിനിക്ക് സല്യൂട്ട് അടിച്ചിട്ട് അവരങ്ങ് മാറിപ്പോവുകയാണ്. തുടർന്ന് ശാലിനിയും വിഷ്ണുവും മാത്രമാവുകയാണ്. വിഷ്ണുവാണ് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ വിഷ്ണു തലയാട്ടുന്നുണ്ട്. തുടർന്ന് സത്യാമ്മ ഇവിടെ വന്നിരുന്നല്ലേ, വിഷ്ണുവേട്ടന് സത്യാമ്മയോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് ഏറെ സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനി തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാൾ മകന് വേണ്ടി ജീവിച്ചത് തന്നെയാണ് സത്യാമ്മ. പക്ഷെ പെട്ടെന്നൊരു ദിവസം മകൻ തള്ളി പറയുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നും എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. പക്ഷെ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയല്ല, ഇങ്ങനെ സെല്ലിനകത്തേക്ക് നോക്കി മുഖം കൊടുക്കാതെയാണ് പറയുന്നത്. പക്ഷേ അന്നേരം പിന്നെ വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ളത് സ്നേഹം തന്നെയാണ്, പക്ഷെ തന്നോടുള്ളത് പകയാണ്. ആ പകയാണ് തന്നെ ഞാൻ താലി കെട്ടാനായിട്ട് പോയപ്പോൾ ശാപവാക്കുകളായിട്ട് അന്ന് അമ്പലത്തിൽ വെച്ച് പുറത്തേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ തല ഉന്നിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നു. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പക്ഷേ സത്യഭാമ ഹോസ്പിറ്റലിൽ വിഷ്ണുവിനെ കാണുന്നതും അതൊന്നും കാണിച്ചില്ല. പക്ഷേ സത്യഭാമയ്ക്ക് ഇപ്പോൾ വീണ്ടും പകയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പിന്നെ വർഷമല്ല കാർത്തികയെ കണ്ടെത്താനുള്ള ശ്രമമാണ് പിന്നെ ശാലിനി ചെയ്യുന്നത്. അതിന് ഒരു കുറച്ച് എപ്പിസോഡൊക്കെ കാർത്തികയെ കണ്ടെത്തുന്ന എപ്പിസോഡുകളൊക്കെയാണ്. കണ്ടെത്തുകയൊക്കെ തന്നെ ചെയ്യും ആ അനുവദിച്ചിരിക്കുന്ന 15 ദിവസത്തിനുള്ളിൽ. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.